നിങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗാന്ധം ഒട്ടിപ്പിടിച്ച പോലെ ആയിരിക്കും. എല്ലാവരും തിന്നലും കഴിഞ്ഞതിന് ശേഷം കുക്കർ ഒന്ന് തുടച്ചെടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് നമ്മൾ ചെറിയ ആളെത്തിയിട്ടാ. ഈ കുക്കർ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ആവശ്യം. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞൊന്ന് ഒഴിച്ചിടാൻ നിന്നപ്പോഴേക്കും നമ്മളെ കുഞ്ഞോളും ഉണ്ടല്ലോ അടുത്ത വീട്ടിൽ, അത് ഭയങ്കര അലക്കല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞോളുമ്മ കാണാൻ വാഷിംഗ് മെഷീനിൽ ഇടുന്നു. എന്നാൽ പിന്നെ നമ്മളെ കുഞ്ഞോളും ആൽക്കിക്കോട്ടെ വിചാരിച്ച് ഞാനൊന്ന് ബ്രേക്ക് എടുത്തുട്ടോ. അപ്പോഴേക്ക് വന്നപ്പോഴേക്ക് കണ്ടില്ലേ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയൂല. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഷിബിലി മോനും ഫിനിമോളി ആദ്യം പറഞ്ഞു കേട്ടോ ഇന്ന് ദോശയും അതുപോലെ തന്നെ ഉള്ളി ചമ്മന്തിയും മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഷിബിലി മോനക്ക് അന്ന് പനി ഉണ്ടായില്ലേ, അപ്പോൾ ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ചെറിയുള്ളി കുറവായിരുന്നു, അപ്പോൾ ഒരു ഇത്തിരി ഉണ്ടായുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ ചെറിയുള്ളിയും 2 പച്ചമുളകും ഒരു ഇത്തിരി പുളിയും ഒരു ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം നാണ്ട് മിക്സിയിലിട്ടാണ്ട് പേസ്റ്റ് ആക്കിയാണ്ട് അരച്ചു. പിന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അങ്ങനെ ചമ്മന്തി റെഡി. പിന്നെ അത് നമ്മുടെ മഹലിൽ മൊത്തം കാണുന്ന ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ മതിയല്ലോ എന്ന് വെച്ച് പിന്നെ അത് വയറ് നിറയെ ഇക്കും മക്കളും കഴിച്ചുകൊണ്ട് പോയിട്ടാ. പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചമ്മന്തി മീനും ആക്കാന്ന് വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇക്ക പണിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇന്ന് ചമ്മന്തിയും മീനും ആണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഒറ്റക്കല്ലോ ഉച്ചക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കി. നമ്മളിക്കാക്ക് കറി വേണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മളെങ്ങനെ കഴിക്കുന്നത് അതുപോലെ ഇക്കും കഴിക്കും. അങ്ങനെ ചമ്മന്തി അരച്ച ആ മിക്സിയുടെ ജാറുണ്ടായി, അത് ഞാൻ ഇക്ക അടുക്കളയ്ക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞാനൊന്ന് അതിലിട്ട് ഒരു ഇത്തിരി ചോറിട്ടാണ്ട് തിന്നോട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇക്കാക്കും വേണ്ടി വരും. ഇവിടെ എല്ലാവർക്കും ചട്ടിച്ചോറ് ഇതുപോലുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേർക്കുള്ള ചോറ് വാങ്ങി. പിന്നെ മീൻ സിലോപ്പി മീനായിരുന്നു, അത് കൊണ്ടുവന്നപ്പോഴേ ഇക്ക കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പിന്നെ മസാല തേച്ചാണ്ട് വെച്ച് കുറച്ച് എടുത്തിട്ടാണ്ട് പൊരിച്ചെടുക്കാറാണ്. അപ്പോൾ ഇക്ക പണിയില്ലാന്ന് കണ്ടപ്പോൾ മുത്തച്ഛന്മാരെ വീട്ടിലൊക്കെ ഒന്ന് പോയി അതാട്ടോ താമസിച്ചത് വീട്ടിലെത്താൻ. അങ്ങനെ എൻ്റെ ഇക്കാൻ്റെ ചോറ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 പേരും കൂടി ചോറ് തിന്നാൻ വേണ്ടി വന്നതാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ലോണം വിശന്നിരുന്നു. അപ്പം ഞാൻ പിന്നെ ആദ്യം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇക്ക വീട്ടിലുള്ള ഒരു ലീവ് ദിവസത്തെ ഒരു വ്ളോഗാണ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു ലൈക്കും കൂടി കൊടുക്കണം. പിന്നെ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കനിട്ടൊന്ന് പാത്രമൊക്കെ കഴുകി. ആൾക്ക് നമ്മുടെ വീട്ടിൽ പണിയെടുക്കാനും മടിയുണ്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം മടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും സഹായത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വരികയൊക്കെ ചെയ്യും. പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, വീഡിയോയിലൊക്കെ ഇക്ക എന്നെ സഹായിക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ ചേർക്കുന്നത് എന്തിനാണെന്നറിയോ, ഇന്ന് വൈകുന്നേരത്തേക്ക് ചക്കക്കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങയും ഒരു ഇത്തിരി ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ ചോറ് തിന്നതിന് ശേഷം ആദ്യം തന്നെ ഇതൊന്ന് റെഡിയാക്കി വെക്കണേ. പിന്നെ ഇക്ക നല്ല മത്തി കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ മഴ പെയ്തില്ല. അപ്പോൾ മീനിനാണെന്നുണ്ടെങ്കിൽ നല്ല പഞ്ഞിയുണ്ട്, ഇവിടെ പഞ്ഞി എന്നാണ് കേട്ടോ പറയുക. പിന്നെ പല ഭാഗങ്ങളിലും പലതായിരിക്കൂലേ. അങ്ങനെ കുറച്ച് ഞാൻ മസാലയും തേച്ച് വെച്ചിരുന്നു കേട്ടോ കുളിക്കുന്നതിന് മുമ്പേ. അങ്ങനത്തെ ഒരു പാനിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇത്തിരി ഉലുവയും ഇത്തിരി വലിയ ജീരകവും ഇട്ട് അതൊന്നാണ്ട് പൊട്ടിത്തെറിച്ചതിന് ശേഷം 2 വലിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കുനുകുന അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ. അതും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചു. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു വന്നപ്പോഴേക്കത് ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളിയും ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഒരു ഇത്തിരി മല്ലിപ്പൊടിയും പിന്നെ ഫിഷ് മസാലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. ഈ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ വെളിച്ചെണ്ണയെ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചൂടാകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുമല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണമല്ലേ, ഇതിങ്ങനെ ചൂടാവുന്ന ടൈമിൽ തീ പറ്റ സ്ലോ ആയിരിക്കണം, എല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിരിക്കും. പിന്നെ ഒരു ഇത്തിരി പുളി പൊഴിഞ്ഞൊഴിച്ചു. പിന്നെ ഒരു ഇത്തിരി വെള്ളവും ചേർത്ത് കൊടുത്തു. പിന്നെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നല്ലോണം വെട്ടി തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട്. അപ്പം നമ്മളെ മത്തിമീൻ അങ്ങോട്ടാണ്ട് ഇട്ട് കൊടുത്തു. ചില സ്ഥലത്ത് മത്തി പറയും, ചിലയിടത്ത് ചാള എന്നൊക്കെ പറയും. അങ്ങനെ പല സ്ഥലത്തും പലതും അറിയപ്പെടൂലേ. അങ്ങനെ മീൻ നല്ല മീനാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായി. ഒരുപാടായിട്ടോ മത്തിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഇക്കാനോട് പറയണമെന്ന് വിചാരിച്ചായിരുന്നു മത്തി കൊണ്ടുവരാൻ. ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്ക് ഇക്ക കൊണ്ടുവന്നു കേട്ടോ. അതാണല്ലേ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ സിലോപ്പി മീനായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കയിൽക്ക് കറിയാണേ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. ഇന്നലെയാണ് ഇക്കാക്ക് പണിയില്ലായിരുന്നത്. അങ്ങനെ അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പും വേപ്പിലയും കൂടി അതൊന്നും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ചെറിയുള്ളിൽ മൂപ്പിച്ചെടുത്തൊന്നുമില്ല കേട്ടോ, വെളിച്ചെണ്ണയിൽ നല്ലോണം വഴറ്റിണ്ടാക്കിയതല്ലേ. അപ്പോൾ പിന്നെ ഒന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കറി റെഡിയായി. കറി ഉണ്ടാക്കുന്ന ടൈമിൽ ഇക്കാക്ക് ഞാൻ റെസ്റ്റ് കൊടുത്തായിരുന്നു. പിന്നെ ചക്ക ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ വിളിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിലിമോളും ഷിബിലിമോനും വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടി ഒപ്പിക്കണ്ടേ. അപ്പോൾ
അപ്പോൾ ഇന്ന് ചക്ക കൂട്ടാനും കറി ആക്കാന്ന് വെച്ചു. അപ്പോൾ ഈ ചക്ക എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫിനിമോള് മദ്രസയ്ക്ക് പോയിരുന്നില്ല. ആദ്യം വെക്കേഷൻ ടൈമിലൊക്കെ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് ഞാൻ അവളെ അവിടെ ആക്കി കൊടുത്തിരുന്നില്ല, ആ വീട്ടിൽ നിന്നിട്ട്. അപ്പോൾ ഷിബിലി മോനെ ഇന്നലെ മരിപ്പൊക്കെ പള്ളിയിൽ നിന്ന് അവർ കണ്ടപ്പോൾ പറഞ്ഞതാണ് അവിടെ ചക്ക ഉണ്ട്, വന്ന് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അവന് നമ്മുടെ അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടിയും കൂടി പോയിക്കൊണ്ടുവന്നു. അപ്പോൾ വലിയൊരു ചക്ക ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പീസ് നമ്മളെടുത്തു, ഒരു പീസ് ആ കുട്ടിയുടെ വീട്ടിലേക്കും കൊടുത്തു. അപ്പോൾ ഇത് മുറിച്ച് നോക്കിയപ്പോൾ ചെറിയൊരു പുളി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക പെട്ടെന്ന് കണ്ടപ്പോഴേ പറഞ്ഞു ഇത് ചെറിയ പുളി വരുന്നുണ്ട്, കൂട്ടാണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് ഒരുങ്ങി. ഇക്കാനോടൊരു ഇത്തിരി എണ്ണ കയ്യിൽ ഒഴിച്ച് തരാൻ പറഞ്ഞാട്ടോ. അപ്പോൾ രണ്ടുപേർക്കും തേക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, രണ്ടുപേരും കൂടി രണ്ടാളെ കൈമേലാണ് തേച്ചു. അങ്ങനെ ഇത് അരിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലും നല്ല പോലെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചുളകളൊക്കെ പോരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തതല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ ചുളകളൊക്കെ പെട്ടെന്ന് പോരുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ പഴഞ്ചക്കയാണെന്ന് തോന്നുന്നുണ്ട്. ഇക്കാനെ ഞാൻ ചുള പറിച്ച് തരാൻ വേണ്ടി ആക്കിയതാട്ടോ. അപ്പോൾ ഇക്കാണെന്നുണ്ടെങ്കിൽ ചുള പറിച്ച് തരാനൊന്നും ഒഴിവില്ല. ഇക്കാനെ വായക്കാട്ട പോകുന്നത്, എന്നാലും കുഴപ്പമില്ല നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചോട്ടെ, തിന്നോട്ടെ, ഏതായാലും ചക്കല്ല നല്ലത് തന്നെയല്ലേ എന്ന് വിചാരിച്ചു. ചെറിയൊരു പുളി വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാട്ടെ. അപ്പോൾ ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ, അപ്പോൾ കൂട്ടാനൊക്കെ വെക്കട്ടെ. വിനുമോൻ എന്നോട് കണ്ടപ്പോഴേ പറഞ്ഞിട്ട് ഇത് പഴുപ്പിച്ചിട്ട് എനിക്ക് ചക്കപ്പായസം ഉണ്ടാക്കി തരുമോ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഏതായാലും കടിക്ക് എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് വേണ്ടേ, അപ്പോൾ പിന്നെ ഞാൻ കൂട്ടാനാക്കി. ഇൻഷാല്ല പിന്നെ എപ്പോഴെങ്കിലും ചക്ക കിട്ടുമ്പോൾ ചക്കപ്പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൻ അതിൽ സബൂറായി. പിന്നെ അത് ചുള പറിച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അതിന് ശേഷം അതിൻ്റെ ചക്കക്കുരു എടുത്തരാ ഈ കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ കത്തി അങ്ങോട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിനത് മുറിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. ഇക്കാനെന്താ ഈ പണിക്ക് ഞാൻ വിളിച്ചത് അറിയാം, ഇക്ക വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഗാന്ധം ഒട്ടിപ്പിടിച്ച പോലെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നവരെ, ഫോണ് കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോണ് കണ്ടേയിരിക്കും കേട്ടോ, ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണി അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കണം കേട്ടോ. കാല് വെരിക്കോസായ കാരണം പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് ഒരു റെസ്റ്റ് നിർബന്ധമാണല്ലോ. ആ റെസ്റ്റിൽ ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും ചെയ്യൂട്ടെ. എന്നാലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചുണർത്താനൊന്നും ശല്യപ്പെടുത്താനൊന്നും വലിയ ആൾ. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഉള്ളിലേക്ക് വലിയ കുക്കറാണ്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു ഇത്തിരി ഉപ്പും ആണ്ടിട്ടിട്ടാണ്ട് വിസടിപ്പിക്കാൻ വേണ്ടി വെക്കാണ്. ഒരു 5-6 കുരു ഇട്ടിരുന്ന് ചക്കക്കൂട്ട കഴിക്കുന്നതിൻ്റെ ഇടയിൽ ആ കുരും കൂടി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയല്ലേ. പിന്നെ അത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വന്നപ്പോഴേക്കത് ചക്ക റെഡിയായി. നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴഞ്ചക്ക തന്നെയാണെന്ന് മനസ്സിലായി, കാരണം നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരുന്നില്ലേ, അതും കൂടി അതിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ചക്കക്കൂട്ടാനും കട്ടൻ ചായ നല്ല കോമ്പിനേഷൻ. പിന്നെ അതിലൂടെ നല്ല കോരി ചെരിയുന്ന മഴയും തണുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായില്ലേ. പിന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലയും 2 വറ്റൽമുളകും കൂടി മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അങ്ങനെ ചക്കക്കൂട്ടാൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കത് ചായക്ക് വെള്ളം വെച്ചിരുന്നു. ചായൻ്റെ വെള്ളം നല്ലോണം തിളച്ച് 2 ഏലക്കായും ഒരു ഇത്തിരി ചായപ്പൊടിയും അതുപോലെ തന്നെ 2 പുതിനേൻ്റെ ഇല ഉണ്ടായിരുന്നു. അതും കൂടി കണ്ടിട്ട് നല്ലോണം വെട്ടി തിളപ്പിച്ചു. ചായ റെഡിയായി. പിന്നെ ഞാൻ ആ സ്പോട്ടിൽ തന്നെ നമ്മളടുത്ത വീട്ടിലെ കുഞ്ഞോളും വേണ്ടല്ലോ, കുഞ്ഞോളുമാക്കും കൂടി ഒരു ഇത്തിരി കൊടുക്കാന്ന് വെച്ചു. അവർക്കില്ല കേട്ടോ പ്ലാവൊന്നും. അപ്പോൾ ഇതുപോലെ ചക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെനിക്ക് തരും, ഞാൻ അവർക്ക് കൊടുക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വെച്ചുണ്ടാക്കും, അല്ലെങ്കിൽ അവിടെ വെച്ചുണ്ടാക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് 2 വീട്ടിലും കുറേശ്ശെ എടുക്കാറാണ് കേട്ടോ പതിവ്. ഞാൻ കുഞ്ഞോളമാനെ വിളിച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ കുഞ്ഞോളമ്മ നിസ്കരിക്കുക ടാസർ. അപ്പം ഞാൻ എന്ത് ചെയ്തു, മോളാണ് വന്നത് അടുക്കളയിലേക്ക്. അപ്പം ഞാൻ അവളുടെ അടുത്ത് തന്നെ കൊടുത്തു. കുഞ്ഞോളമ്മ ആണെന്നുണ്ടെങ്കിലും ക്യാമറൻ്റെ മുന്നിലേക്ക് വരില്ല. നമ്മളെ കുഞ്ഞോളമ്മ ഒരു പാവാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞോളമ്മാനായിട്ട് വിളിക്കാറ്. അതുപോലെ തന്നെ കുഞ്ഞോളമ്മക്കും കുട്ടികൾക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെയാണ് കേട്ടോ വിളിക്കാറ്. അപ്പോഴേക്കും ഷിബിലിമോനും ഫിനിമോളും സ്കൂളിൽ വന്നു. അപ്പം ഞങ്ങളും കൂടി കണ്ട് കഴിച്ചിട്ട് അതൊക്കെ എന്നിട്ട് എടുത്ത് വെക്കാമെന്ന് വെച്ചു. ഷിബിലിമോന് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഉടായ്പൊക്കെ ഒപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങളും തന്നെ മത്തി കറിയും അതുപോലെ തന്നെ ചക്കക്കൂട്ടാനും അതുപോലെ ഏലക്കായും പിന്നെ പുതിനൊക്കെ ഇട്ട ചായ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചക്കക്കൂട്ടാനക്ക് ഈ ചായ നല്ലൊരു കോമ്പിനേഷനും കൂടി ആയിരുന്നു. അപ്പോൾ കറി കണ്ടപ്പോൾ ഇക്ക എന്നോട് ചോദിക്കുന്നത് ഇത് മീനത്തെ പഞ്ഞി എവിടെയെന്നാട്ടോ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മീൻ ഏതായാലും പൊരിക്കൂലേ, അപ്പം മീനിൻ്റെ കൂടെ പൊരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടേബിളൊക്കെ നല്ലോണം നന്നായിട്ട് ക്ലീൻ ആക്കി. ബാക്കിയായ ചായയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ജഗ് ഇവിടെ തന്നെ ഇട്ട് വെക്കാറ്. എവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ആർക്കും കുടിക്കാമല്ലോ. അപ്പോൾ പിന്നെ ആ ജഗ് സ്ഥിരം അവിടെയാണ് ഇട്ടോ അതിൻ്റെ സ്ഥലം. പിന്നെ അത് കുറച്ച് ചക്കക്കൂട്ടാൻ ബാക്കിയായിട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അപ്പോഴേക്കും ഇത് കണ്ടില്ല അടുക്കള ആകെ പരന്നിട്ടുണ്ട്. ഒരു ചക്കക്കൂട്ടാനേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ചായക്കുടിയും കഴിഞ്ഞു. പിന്നെ ഷിബിലുമോനും ഫീനുമോളും സ്കൂൾക്ക് കൊണ്ടുപോയ പാത്രങ്ങളും ഇത്രയായിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് അടുക്കള ആകെ നിരന്നിട്ടുണ്ട്. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കള വീണ്ടും ക്ലീനായി. പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഓർമ്മ ചക്ക
ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയ കുക്കർ ഉണ്ടല്ലോ അവിടെ ഇരിക്കണം, അതൊന്ന് തുടച്ചാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ആവശ്യം ഉണ്ടാവില്ല. ഞാനൊന്ന് തോണ്ടി നാമിച്ചപ്പോഴേക്കും നമ്മളെ ഫിനിമോൾ എത്തിയിട്ടാ. അവളൊന്ന് തോണ്ടി നാമിച്ചപ്പോഴേക്കും ഷിബിലുമോനും അതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് അവനും എത്തിയിട്ടാ. പിന്നെയാണെന്നുണ്ടെങ്കിൽ പറയും അവന് പെട്ടെന്ന് തന്നെ അതിലൊരു കയ്യിലുണ്ടായിരുന്നു കേട്ടോ ചക്കക്കൂട്ടാൻ വിളമ്പി. അത് അവനും എടുത്തിട്ട് ആദ്യമില്ലാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടായിരുന്നില്ല. ഞാനും ഫിനിമോളും ആണെന്നുണ്ടെങ്കിൽ കുക്കറിൽ തുടച്ച് നാമക്കായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചട്ടി തുടക്കുക എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഷിബിലുമോൻ്റെ ഇത് കഴിഞ്ഞിട്ട് അവന് വീണ്ടും വന്ന് ഞങ്ങളെ കുക്കറിലിട്ട് അതിന് പിന്നെ തല്ലും പൊടിയായിട്ട്. അപ്പോഴേക്ക് പിന്നെ ഇക്ക വന്നിട്ട് ഇക്ക നോക്കായിരുന്നിട്ടോ സൗണ്ട് കേട്ടിട്ട് അതാണ്ട് അവന് കുക്കർ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാനൊന്നും അവിടെ മാറി നിന്ന് കൊടുത്തിട്ടോ. കാരണം എന്താ വെച്ചാൽ കുക്കർ കാര്യമായിട്ടൊന്നും കഴുകേണ്ടി വരില്ലല്ലോ. കുക്കർ ഒരു ചക്ക കൂട്ടാനല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.